ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനം തങ്ങൾക്കാണെന്ന അമേരിക്കയുടെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ജോർദാനിൽ നമ്മൾ കണ്ടത്. അജയ്യരെന്ന് സ്വയം കരുതിയിരുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ മർമ്മത്ത് തന്നെ ഇറാൻ അടിച്ചിരിക്കുകയാണ്. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ തുടർച്ചയായ 5 ദിവസമാണ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. കോടിക്കണക്കിന് ഡോളർ വില വരുന്ന തങ്ങളുടെ പ്രശസ്തമായ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അമേരിക്ക ഇതിനെ തടയാൻ ശ്രമിച്ചെങ്കിലും ജൂലൈ 17-ന് ഇറാന്റെ ഒരു മിസൈൽ അമേരിക്കൻ പ്രതിരോധം ഭേദിച്ച് ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു. 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ ആക്രമണം പെന്റഗണിനെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. വ്യോമ പ്രതിരോധത്തിൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അമേരിക്ക പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. ലോക പോലീസായ അമേരിക്കയ്ക്ക് ഈ വലിയ വീഴ്ച എങ്ങനെ സംഭവിച്ചു? അവിടെയാണ് ഇറാന്റെ ബുദ്ധി നമ്മൾ കാണേണ്ടത്. ഉക്രൈൻ യുദ്ധത്തിൽ നിന്ന് പഠിച്ച സാക്ഷാൽ റഷ്യൻ തന്ത്രമാണ് ഇറാൻ അമേരിക്കയ്ക്കെതിരെ പയറ്റിയത്. ഏതെങ്കിലും ഒരു ആയുധം മാത്രം പ്രയോഗിക്കുന്നതിന് പകരം ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും കൂട്ടമായി അയച്ച് അമേരിക്കൻ റഡാറുകളെ ഇറാൻ പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലാക്കി. ദിശ മാറ്റാൻ ശേഷിയുള്ള മിസൈലുകൾ കൂടി വന്നതോടെ അമേരിക്കൻ സൈന്യം ശരിക്കും പരിഭ്രാന്തരായി. വിലപിടിപ്പുള്ള അമേരിക്കൻ പാട്രിയറ്റ് ഇന്റർസെപ്റ്ററുകൾ പരമാവധി ഉപയോഗിച്ച് തീർക്കുക എന്നതായിരുന്നു ഇറാന്റെ ലക്ഷ്യം. ഈ യുദ്ധത്തിൽ അമേരിക്ക ഇതുവരെ 1500-ലധികം പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി 1700-ൽ താഴെ മിസൈലുകൾ മാത്രമാണ് അവരുടെ ശേഖരത്തിൽ ബാക്കിയുള്ളതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിനിടയിൽ ഇറാന്റെ മിസൈൽ താവളങ്ങൾ ബോംബിട്ട് തകർത്തുവെന്ന അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഭൂമിയിൽ നിന്നും 300 അടിയോളം താഴെയുള്ള പിക് ആക്സ് മൗണ്ടൻ പോലെയുള്ള അതീവ രഹസ്യമായ ഭൂഗർഭ താവളങ്ങളിലേക്ക് ഇറാൻ തങ്ങളുടെ ആയുധങ്ങളും ആണവ പദ്ധതികളും സുരക്ഷിതമായി മാറ്റിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ കോടികൾ വിലമതിക്കുന്ന അമേരിക്കൻ സാങ്കേതിക വിദ്യയെ വില കുറഞ്ഞ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ക്ലസ്റ്റർ ബോംബും എന്ന് വേണ്ട സകലമാന ചപ്പും ചവറും ശത്രു രാജ്യത്തേക്ക് വലിച്ചു വാരി എറിയുന്ന ഒരു യുദ്ധതന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. എത്രയൊക്കെ തടഞ്ഞാലും ഏതെങ്കിലുമൊക്കെ ഒന്ന് ലക്ഷ്യസ്ഥാനത്തിൽ പതിച്ചിരിക്കും. അതേസമയം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾ പ്രിസിഷൻ അറ്റാക്കുകളായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇറാന്റെ നേതൃനിര ശൂന്യമായിരിക്കുന്നത്. ആരുമില്ലല്ലോ. എന്തായാലും പ്രിസിഷൻ അറ്റാക്കുകളോടൊപ്പം ആയുധബലത്തോടൊപ്പം സാങ്കേതിക വിദ്യയോടൊപ്പം യുദ്ധത്തിൽ തന്ത്രത്തിനും പ്രാധാന്യമെന്ന് ഉണ്ടെന്ന് അമേരിക്കയെ പഠിപ്പിച്ച ഇറാന്റെ ഈ റഷ്യൻ മോഡൽ മാസ്റ്റർ പ്ലാൻ ആയുധശേഖരം ദിനംപ്രതി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ സൈന്യത്തിന് വരും നാളുകളിൽ വലിയൊരു വെല്ലുവിളിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക്